എന്നും ഒരേ രീതിയിൽ ചിക്കൻ വെക്കുന്നതിന് പകരം ഇന്നൊരു വെറൈറ്റി ഡിഷ് പരിചയപ്പെടുത്തട്ടെ. ഗ്രിൽ ചിക്കൻ വിത്ത് ഗ്രേവി സോസ് ആൻഡ് മാഷ്ഡ് പൊട്ടാറ്റോ. എങ്ങനെയുണ്ട്? പേരിൽ തന്നെ ഒരു ഗുമ്മുണ്ട് അല്ലേ? നല്ല ഒന്നാന്തരം കോണ്ടിനെന്റൽ ഡിഷാണ്. പക്ഷെ നമുക്കിത് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാട്ടോ. അതും വെറും 4 സ്റ്റെപ്പിൽ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് സ്റ്റെപ്പ്, ചിക്കൻ മാരിനേഷൻ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 450 ഗ്രാം ചിക്കൻ ഫില്ലറ്റ് പീസാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്, ഗ്രില്ലിംഗ്. ഒരു പാൻ എടുത്ത് നന്നായി ചൂടായ ശേഷം വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇടാം. ഓരോ സൈഡും ഒരു 5 to 6 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്താൽ മതിയാവും. തേർഡ് സ്റ്റെപ്പ്, മാഷ്ഡ് പൊട്ടാറ്റോ. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം അതിലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അതിന് നന്നായിട്ട് ഒരു വുഡൻ സ്പൂൺ വെച്ച് മാഷ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് കുക്കിംഗ് ക്രീമോ പാലോ അല്ലെങ്കിൽ ഹെവി ക്രീമോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറും ഉപ്പും കുരുമുളകും ആവശ്യത്തിനും ചേർക്കാം. ഉപ്പ് സൂക്ഷിച്ചിടണം, കാരണം ഓൾറെഡി ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുപോലെ തന്നെ പാഴ്സ്ലി ചോപ്പ് ചെയ്തതും ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്താലും മതി. നല്ല സ്മൂത്ത് ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ മാഷ് ചെയ്യണം. ആൻഡ് സ്റ്റെപ്പ് 4, ഗ്രേവി സോസ്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മൈദ ഇടാം. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചാലും മതിയും. എന്നിട്ട് നന്നായി കുറുകുന്നത് വരെ മിക്സ് ചെയ്യാം. ഉപ്പും കുരുമുളകും ഒക്കെ നിങ്ങൾ ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നല്ല തിക്ക് സിൽക്കി കൺസിസ്റ്റൻസി ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ജസ്റ്റ് പ്ലേറ്റ് ചെയ്താൽ മതി. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമ്മുടെ മാഷ്ഡ് പൊട്ടാറ്റോ സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിൽ സ്ലൈസ്ഡ് ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ അറേഞ്ച് ചെയ്യാം. ചൂടോടെ തന്നെ അതിന് മുകളിലേക്ക് ഗ്രേവി നമുക്ക് ഒഴിക്കാം. ഒരു ഭംഗിക്ക് ഞാൻ കുറച്ച് ബ്രോക്കലി സോട്ടി ചെയ്തതും പാസ്ലി ചോപ്പ് ചെയ്തതും ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയാലും ക്ലാസി ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റൽ മീൽ റെഡിയാണ് കേട്ടോ. ചിക്കൻ എന്നും ഒരേ മസാലയിൽ കഴിക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.